സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലാസ്സസ് ഇൻ ക്ലാസ് ഡയഗ്രാം ആണ്. സോ നമ്മൾ ക്ലാസ് ഡയഗ്രത്തെ പറ്റി UML ഡയഗ്രാമിൽ ക്ലാസ് ഡയഗ്രത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ക്ലാസ്സസ് എന്താണ്, ക്ലാസ് ഡയഗ്രാമിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് തുടങ്ങി വച്ചിരുന്നു. സോ വി ക്യാൻ ഹാവ് എ ക്വിക്ക് ഓവർവ്യൂ, quick recap on what happened in the previous video. ഡിപ്പെൻഡൻസി എന്താണെന്ന് നമ്മൾ നോക്കി. അതായത് ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ക്ലാസ്സിൽ വരുത്തുന്ന ചേഞ്ചസ് എൻറ്റയർലി വിൽ ബി ഫോഴ്സ്ഡ് ഓൺ ദി സെക്കൻഡ് ക്ലാസ് ആണ് എങ്കിൽ ദെൻ ദേ ഹാവ് എ ഡിപ്പെൻഡൻസി. ഡിപ്പെൻഡൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഡാഷ്ഡ് ആരോ വിത്ത് ഡാഷ്ഡ് ലൈൻ വിത്ത് ആൻ ഓപ്പൺ ആരോ വെച്ചിട്ടാണ് ഡിപ്പെൻഡൻസി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഡിപ്പെൻഡൻസി മീൻസ് വൺ ക്ലാസ് ഡിപ്പെൻഡ് ഓൺ അനദർ. സെക്കൻഡ് വൺ വാസ് ജനറലൈസേഷൻ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ്. സോ ഇൻഹെറിറ്റൻസിൽ സബ് ക്ലാസ്സസ് ഉണ്ട്. ദെൻ വി ഹാവ് എ സൂപ്പർ ക്ലാസ്. സബ് ക്ലാസ് സൂപ്പർ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യും. സോ ഇവിടെ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് സൂപ്പർ ക്ലാസ്, പ്രിൻ്ററും ഡിസ്പ്ലേ മോണിറ്ററും എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. സോ ഇവിടെ പ്രിൻ്റർ, ഡിസ്പ്ലേ മോണിറ്റർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ രണ്ട് ടൈപ്പുകളാണ്. സോ ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ പ്രോപ്പർട്ടീസ് പ്രിൻ്ററും ഡിസ്പ്ലേ മോണിറ്ററും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലാസ് ഡയഗ്രത്തിൽ മൾട്ടിപ്പിൾ സൂപ്പർ ക്ലാസ്സസ് അലൗവ് ചെയ്യുന്നുണ്ട്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു സോളിഡ് ലൈൻ വിത്ത് എ ഹോളോ ആരോ ഹെഡ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഫ്രം ചൈൽഡ് ടു പാരൻറ്റ് ക്ലാസ്. നെക്സ്റ്റ് വൺ വാസ് അസോസിയേഷൻ. അതായത് രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു സ്റ്റാറ്റിക് റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു പേഴ്സൺ ലീവ് അറ്റ് എ ലൊക്കേഷൻ, ആ പേഴ്സൻ്റെ ഇന്ന ലൊക്കേഷൻ. സോ ദർ ഇസ് എ കറക്റ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ആൻഡ് ലൊക്കേഷൻ. അവർ തമ്മിലൊരു കറക്റ്റായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അത് കാണിക്കാനാണ് നമ്മൾ അസോസിയേഷൻ യൂസ് ചെയ്യുന്നത്. അസോസിയേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഒരു സോളിഡ് ലൈൻ വിത്ത് ആൻ റിലേഷൻഷിപ്പ് ഷോൺ. ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് ആ സോളിഡ് ആരോൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. സേ സ്റ്റുഡൻറ്റ് ആൻഡ് കോളേജ് എടുത്താൽ സ്റ്റുഡൻറ്റ് സ്റ്റഡീസ് ഇൻ കോളേജ്, അല്ലെങ്കിൽ പേഴ്സൺ ലിവ്സ് ഇൻ അഡ്രസ്. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലാസ്സസ് അസോസിയേഷൻ. സോ അത് നെയിംഡ് ആയിരിക്കണം. നെക്സ്റ്റ് വാസ് മൾട്ടിപ്ലിസിറ്റി. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ എത്ര ഒബ്ജക്റ്റുകൾ ഈ ഒരു റിലേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്താൽ ആ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. വേൾഡിലെ മൊത്തം സ്റ്റുഡൻസ് ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരും. സേ ഇപ്പോൾ SNGCയിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ വേൾഡിലെ സ്റ്റുഡൻസിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമേ ആകുന്നുള്ളൂ. സോ നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ എത്ര ഒബ്ജക്ട്സ് ഈ റിലേഷൻഷിപ്പിൽ വരുന്നു എന്നുള്ളത് നമുക്കറിയണം. അതിനെയാണ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എക്സാക്ട്ലി 1 ഡിനോട്ടഡ് ആസ് 1, 0 or 1 ഡിനോട്ടഡ് ആസ് 0.1, മെനി ഡിനോട്ടഡ് ആസ് 0.* അല്ലെങ്കിൽ വെറും ഒരു സ്റ്റാർ, 1 or more ഡിനോട്ടഡ് ആസ് 1.*. 0.* എന്ന് പറഞ്ഞാൽ 0 തൊട്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ n, അതിൻ്റെ ഇഷ്ടമുള്ള ഒരു ഇൻഫിനിറ്റ് നമ്പർ വരെ പോകാം എന്നുള്ളതാണ് സ്റ്റാറിൻ്റെ മീനിങ്. വെറും സ്റ്റാർ എഴുതി കഴിഞ്ഞാൽ 0 മുതൽ ഇഷ്ടമുള്ളൊരു നമ്പർ വരെ പോകുന്നു എന്നുള്ളതാണ്. 1 or more ആണെങ്കിൽ 1.*, ഇനീഷ്യൽ വാല്യൂ ആണ് 1, കഴിഞ്ഞ് വരുന്നത് ഫൈനൽ വാല്യൂ. സോ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാറാണ്, എത്ര വേണേലും ആകാം. ഒരു എക്സാക്ട് നമ്പർ ആവാം, 3.4, അതായത് 3 to 4 വരെ ആകാം, അല്ലെങ്കിൽ 3 to 4, അല്ലെങ്കിൽ 3 to 6, ഇഷ്ടമുള്ളൊരു നമ്പർ ആകാം. അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ആകാം, 0 to 1, 3 to 4, 6 to infinity ആകാം. ഓക്കെ, അങ്ങനെ നമുക്ക് റിലേഷൻഷിപ്സും ഇതിൻ്റെ അകത്ത് കൊടുക്കാനായിട്ട് പറ്റും. സേ കോളേജിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ 0 മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ എ കോളേജ്. ഫ്ലൈറ്റിൻ്റെ ഫ്രീക്വൻറ്റ് ഫ്ലയേഴ്സ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. സോ ഹീ ഈസ് എ പാസഞ്ചർ. he flies in 0 to infinity number of flights. That is many flights fly ചെയ്യുന്ന ഒരാളാണ് frequent flyer. അതാണ് മൾട്ടിപ്ലിസിറ്റിയുടെ മീനിങ്.
നെക്സ്റ്റ് ഇസ് അഗ്രിഗേഷൻ. സോ ഇവിടെ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. സോ അഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോൾ പാർട്ട് റിലേഷൻഷിപ്പാണ് ഇവിടെ നമുക്ക് തരുന്നത്. അതായത് നമുക്ക് ഇവിടെ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അഗ്രിഗേറ്റിൻ്റെ മീനിങ് തന്നെ നമുക്ക് അറിയാം. അതായത് ഒരു ഹോൾ ഫോംഡ് ബൈ കമ്പൈനിങ് സെവറൽ സെപ്പറേറ്റ് എലമെൻറ്റ്സ് എന്നാണ് അഗ്രിഗേറ്റിൻ്റെ മീനിങ്. അതായത് കുറേ പാർട്സ് കൂടിയതാണ് ഒരു ഫൈനൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നതാണ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസും സ്റ്റാഫും പ്രിൻസിപ്പൽ അങ്ങനെ എല്ലാവരും കൂടിയതാണ് ഒരു കോളേജ് എന്ന് പറയുന്നത്. സോ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ക്ലാസ് ഉണ്ടാകുന്നത്. സോ അഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾ പാർട്ട് റിലേഷൻഷിപ്പാണ്. ഹോളായിട്ടുള്ളൊരൊന്ന്, അതായത് കോളേജ് എന്ന് പറയുന്നത് ഹോളായിട്ടുള്ളൊരു സാധനവും അതിൻ്റെ ഒരു പാർട്ടാണ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. കോളേജ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 1 or more സ്റ്റുഡൻറ്റ്സ്. So in aggregation the contained class are never totally dependent on the life cycle of the container. സോ ഇവിടെ ദി കണ്ടെയ്ൻഡ് ക്ലാസ്സിൻ്റെ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ആ ഒരു കണ്ടെയ്നറിലേക്ക് ടോട്ടലി ഡിപ്പെൻഡൻ്റ് അല്ല. കോളേജിൻ്റെ അകത്ത് കോളേജ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഇല്ല എന്ന് വെച്ചിട്ട് കോളേജ് ഇല്ലാണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ കോളേജ് അവിടെ ഉണ്ട്, നിങ്ങളാരും കോളേജിൽ ഇല്ലെങ്കിലും കോളേജ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്. സോ ഇപ്പോൾ സ്റ്റുഡൻസ് ഇല്ല എന്ന് വെച്ചിട്ട് കോളേജ് ഇല്ലാണ്ടാവില്ല. അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഇന്ന കോളേജ് തന്നെ ആകണമെന്നും ഇല്ല. സോ അഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾ പാർട്ട് റിലേഷൻഷിപ്പാണ്. ഇവിടെ ഒരു പർട്ടിക്കുലർ ഒരു കുറേ എലമെൻറ്റ്സ് ഒരുമിച്ച് കൂടി ഒരു സിംഗിൾ തിങ്ങായി മാറുന്നു. ഇപ്പോൾ കുറേ പാരഗ്രാഫ്സ് ഒരുമിച്ച് ചേർന്നാണ് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാകുന്നത്. സോ അവിടെ ഒരു ഹോൾ പാർട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, പാരഗ്രാഫുണ്ട്, അതൊരുമിച്ച് ചേർന്ന് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് മാറുന്നു. സോ ഇത് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അഗ്രിഗേഷനാണ് നടക്കുന്നത്. സോ ഇനി അതല്ല, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ബുക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് ഈസ് ആൻ അഗ്രിഗേഷൻ ഓഫ് എ ബുക്ക് ഒബ്ജക്റ്റ് ആണ്. നമുക്ക് ബുക്സ് ക്യാൻ ബി ആഡഡ് ടു ദി രജിസ്റ്റർ ആൻഡ് ഡിലീറ്റഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. നമുക്ക് ബുക്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആ രജിസ്റ്റർ അവിടെ ഉണ്ട്. ബുക്സ് നമുക്ക് ആഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ആഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹാവ് മെനി പാരഗ്രാഫ്. ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി 10 പാരഗ്രാഫ് അങ്ങനെ വേണമെങ്കിലും ആക്കാം. സോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലിസിറ്റി വേണമെങ്കിലും കൊണ്ട് വരാം. സോ ഇപ്പോൾ ക്ലാസ് 1 ക്ലാസ് 2 എന്ന് കൊടുത്തിട്ട് അവർ തമ്മിൽ ആ ക്ലാസ് 1ൻ്റെ ആ ഡയമണ്ടിൻ്റെ മുകളിൽ 1 എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മൾട്ടിപ്ലിസിറ്റി ക്ലാസ് 1ൻ്റെ ഒരു ഒബ്ജക്റ്റേ ഉണ്ടാവുള്ളൂ, ക്ലാസ് 2ൻ്റെ n ഒബ്ജക്ട്സ് ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇതാണ് ബേസിക്കലി ഒരു അഗ്രിഗേഷൻ എന്താണെന്ന് പറയുന്നത്. സോ അഗ്രിഗേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആകില്ല എന്നാണ് പറയുന്നത്. അതായത് ആൻ ഒബ്ജക്റ്റ് കനോട്ട് കണ്ടെയ്ൻ ഒബ്ജക്ട്സ് ഓഫ് ദി സെയിം ക്ലാസ് ഇറ്റ്സെൽഫ്. അതായത് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സും വേറൊരു ക്ലാസ്സും തമ്മിൽ ഒരെണ്ണം ഹോളും ഒരെണ്ണം പാർട്ടുമായിട്ടുള്ള റിലേഷനാണ്. അതായത് കോളേജും സ്റ്റുഡൻറ്റും എടുത്താൽ കോളേജ് മൊത്തവും സ്റ്റുഡൻസ് തന്നെയാണ്, അതിൻ്റെ പാർട്സാണ്. കുറേ സ്റ്റുഡൻസ് കൂടുമ്പോഴാണ് കോളേജ് ഉണ്ടാകുന്നത്. അല്ലാതെ ഇപ്പോൾ കോളേജും തമ്മിൽ ഒരു അഗ്രിഗേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല. സെയിം വേ അഗ്രിഗേഷൻ റിലേഷൻഷിപ്പ് ഇസ് നോട്ട് സിമെട്രിക് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 2 ക്ലാസ് എ ആൻഡ് ബി കനോട്ട് കണ്ടെയ്ൻ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് അതർ. രണ്ടു പേർക്കും ഇപ്പോൾ 2 ക്ലാസ് ഉണ്ട്, അവർ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ എക്ക് ബീൻ്റെ ഇൻസ്റ്റൻസും ബിക്ക് എയിൻ്റെ ഇൻസ്റ്റൻസും ഉണ്ടാവാൻ പറ്റില്ല. പക്ഷേ അഗ്രിഗേഷൻ ഇസ് ട്രാൻസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കുറേ ലൈൻസ് കൂടിയതാണ് ഒരു പാരഗ്രാഫ്, കുറേ പാരഗ്രാഫ് കൂടിയതാണ് ഒരു ഡോക്യുമെൻറ്റ്. അതിൻ്റെ അർത്ഥം ലൈൻ
കൂടിച്ചേർന്ന് പാരഗ്രാഫ് ഉണ്ടാകുന്നു, പാരഗ്രാഫ് കൂടിച്ചേർന്ന് ഡോക്യുമെൻ്റ് ഉണ്ടാകുന്നു. ലൈൻസ് കൂടി തന്നെയാണ് ഡോക്യുമെൻ്റ് ഉണ്ട് എന്ന് പറയാം നമുക്ക്. അതാണ് ട്രാൻസിറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ബീനെ അഗ്രിഗേറ്റ് ആണ്, ബി സീൻ്റെ അഗ്രിഗേറ്റ് ആണെങ്കിൽ സി എയും തമ്മിൽ അഗ്രിഗേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ലൈന് പാരഗ്രാഫ് ഡോക്യുമെൻ്റ് നോക്കുകയാണെങ്കിൽ ലൈൻ കൂടി പാരഗ്രാഫ് ഉണ്ടാകുന്നു, പാരഗ്രാഫ് കൂടി ഡോക്യുമെൻ്റ് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ലൈൻ കൂടി ഡോക്യുമെൻ്റ് ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് അഗ്രിഗേഷൻ. ബേസിക്കലി ഹോൾ പാർട്ട് റിലേഷൻഷിപ്പാണ് അഗ്രിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ സ്റ്റുഡൻറ്റ് ക്ലാസ് എന്ന് പറയുന്ന രണ്ട് ക്ലാസ്സസ് ഉണ്ട്. സ്റ്റുഡൻറ്റ് ഈസ് രജിസ്റ്റേർഡ് ഇൻ, അതാണ് ഇവിടുത്തെ അഗ്രിഗേറ്റ് റിലേഷൻ. ഇവിടെ ആ ക്ലാസ് എന്ന് പറയുന്നിടത്താണ് ഒരു ഡയമണ്ട് ഷേപ്പ് വന്നിരിക്കുന്നത്. ആ ഡയമണ്ട് ഷേപ്പിൽ ഉള്ളിൽ ഫിൽഡ് അല്ല. സോ ദിസ് ഇസ് എ ബേസിക് അഗ്രിഗേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ സ്റ്റുഡൻറ്റ് കൂടിയിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടാകുന്നു. ദിസ് ഈസ് കോൾഡ് അഗ്രിഗേഷൻ. സോ ഇവിടെ ആ ഹോൾ റിലേഷൻ്റെ ക്ലാസ് എന്ന് പറയുന്നതാണ് മൊത്തം. ആ മൊത്തത്തിൻ്റെ അവിടെയാണ് നമ്മൾ ആ ഡയമണ്ട് ഷേപ്പ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ഓർഡർ ലൈനും ഓർഡറും അത് തമ്മിൽ ഒരു പാർട്ട് ഓഫ് റിലേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഫിഗർ നോക്കിയാൽ അറിയാം, മുകളിലത്തെ ഫിഗറിൽ നിന്ന് വ്യത്യാസമുണ്ട്. അവിടുത്തെ ആ ഡയമണ്ട് ഹെഡ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ഹെഡാണ്, അല്ലാതെ ഒരു ഹോളോ ഹെഡ് അല്ല. സോ അതെന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കുമ്പോൾ മനസ്സിലാകും. സോ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് കോമ്പോസിഷൻ. സോ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ഈസ് കോമ്പോസിഷൻ. സോ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്രിഗേഷൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അതായത് ഇവിടെ ഒരു സ്ട്രോങ് ഓണർഷിപ്പ് ഉണ്ട് ബിറ്റ്വീൻ ടു ക്ലാസ്സസ് തമ്മിൽ. അതായത് രണ്ട് ക്ലാസ് തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓണർഷിപ്പ് ഉണ്ട്. അതായത് ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തതുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ ദെൻ ഇറ്റ് ഈസ് കോൾഡ് കോമ്പോസിഷൻ. ദാറ്റ് ഈസ് എ കോളേജ് ഹാസ് മെനി ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് മെനി സ്റ്റുഡൻസ്. കോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റിന് അവിടെ വാല്യൂ ഉള്ളൂ. ആ കോളേജിൻ്റെ ഇപ്പോൾ SNGC CSE ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് SNGC എന്ന് പറയുന്ന കോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ CSE ഡിപ്പാർട്ട്മെൻറ്റിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അല്ലെങ്കിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിന്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന്, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ആ ഡിപ്പാർട്ട്മെൻറ്റിന് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് SNGC എന്ന് പറയുന്ന കോളേജ് ഉള്ളിടത്തോളം കാലം മാത്രമേ ഉള്ളൂ. കോളേജ് എന്ന് പറയുന്ന ഒരു സംഭവം ക്ലാസ് ഇല്ല എങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സും അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഇവിടെ ഒരു സ്ട്രോങ് ഓണർഷിപ്പ് റിലേഷൻ ഇവിടെ ഉണ്ട്. ദിസ് ഈസ് കോൾഡ് കോമ്പോസിഷൻ. സോ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ ഓൺഡ് ബൈ കോളേജ്. പക്ഷേ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കോളേജ് ഇല്ലാതെയും എക്സിസ്റ്റ് ചെയ്യാം. അതായത് കോളേജിൽ വരാതെയും സ്റ്റുഡൻസിന് ഇപ്പോൾ ഓൺലൈനായിട്ട് മാത്രം അവർക്ക് പഠിക്കാം, അല്ലെങ്കിൽ വേറെ കോളേജിലേക്ക് മാറാം. സോ ദി ഓണർഷിപ്പ് ഓഫ് സ്റ്റുഡൻസ് ആർ നോട്ട് ഇൻ ദ കോളേജ് എലോൺ. സോ അങ്ങനെയുള്ളതിനെ നമുക്ക് കോമ്പോസിഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല, അഗ്രിഗേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ സ്റ്റുഡൻറ്റും കോളേജും തമ്മിലുള്ളത് അഗ്രിഗേഷനും, ഡിപ്പാർട്ട്മെൻറ്റും കോളേജും തമ്മിലുള്ളത്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന കോളേജുമായിട്ട് ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഡിപ്പാർട്ട്മെൻറ്റ്സ് അത് എന്ന് പറയുന്നത് നമ്മുടെ അത് കോളേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ട്രോങ് ഓണർഷിപ്പ് ഉണ്ട് എങ്കിൽ മാത്രമേ അത് കോമ്പോസിഷൻ ആവൂ. കോമ്പോസിഷനെ കാണിക്കുന്നത് നേരത്തെ പോലെ തന്നെ ഒരു ഡയമണ്ട് ആരോ ഹെഡാണ്. ആ ഡയമണ്ട് ആരോ ഹെഡ് എന്ന് പറയുന്നത് ഫിൽഡ് ആയിരിക്കും എന്ന് മാത്രം. അഗ്രിഗേഷൻ്റെ അകത്ത് നമുക്ക് ആ ഡയമണ്ട് ആരോ ഹെഡ് ഹോളോ ആയിരുന്നു. ഇവിടെ കോമ്പോസിഷൻ വരുമ്പോൾ ആ ഡയമണ്ട് ആരോ ഹെഡ് സോളിഡാണ്. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണിതെല്ലാം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്ലിയർ ആയിട്ട് നോക്കിയിരിക്കണം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ കോളേജ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു കോളേജിന്
n ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവാം. ആ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള റിലേഷൻ ഇസ് എ കോമ്പോസിഷൻ. ആൻഡ് സ്റ്റുഡൻറ്റ്, ഒരു കോളേജിന് n സ്റ്റുഡൻസ് ഉണ്ടാവും. ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദറ്റ് സ്റ്റാർ ഇൻ ഹിയർ. സോ സ്റ്റാർ ഉണ്ട് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് എ സ്റ്റാർ ടു. സോ വൺ കോളേജ് ക്യാൻ ഹാവ്, ഇവിടെ ഒരു 1 ഉണ്ട്. ബോത്ത് ഡയമണ്ടിൻ്റെ അടുത്തായിട്ടൊരു 1 ഉണ്ട്. ആൻഡ് ഹിയർ അതിൻ്റെ താഴെയായിട്ടൊരു സ്റ്റാർ ഉണ്ട്. So that means one college can have n number of students. അവിടുത്തെ ആ ഹോളോ ആയിട്ടുള്ള ഡയമണ്ട് ഹെഡിൻ്റെ മീനിങ് ആണ് അഗ്രിഗേഷൻ ആണ് എന്നുള്ളത്. സോ നിങ്ങളുടെ എക്സാമിന് വാട്ട് ഈസ് അഗ്രിഗേഷൻ, വാട്ട് ഈസ് കോമ്പോസിഷൻ ചോദിക്കാം. സോ ഡോണ്ട് മിക്സ് ഇറ്റ് അപ്പ്. അഗ്രിഗേഷൻ ആണെങ്കിൽ അവർ തമ്മിൽ ഒരു ഹോൾ പാർട്ട് റിലേഷൻഷിപ്പാണ്. കോമ്പോസിഷൻ ആണെങ്കിൽ അതൊന്നും കൂടി സ്ട്രോങ്ങർ റിലേഷൻഷിപ്പാണ്. അതാണ് വ്യത്യാസം. So with this figure you can easily explain both. One more thing, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓർഡർ ലൈൻ ആൻഡ് ഓർഡർ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഡർ ലൈൻ ആൻഡ് ഓർഡർ എന്താണെന്നും കൂടി പറഞ്ഞേക്കാം. സോ ഇവരിപ്പോൾ പറയുകയാണ്, നമ്മൾ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാണ്. സേ ഒരു n ഐറ്റംസ് നമ്മൾ ഇപ്പോൾ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. സേ നമ്മൾ പാൻട്രിയാണ്, ഇപ്പോൾ ജിയോ മാർട്ടിലൊക്കെ നമ്മൾ സാധനം വാങ്ങുകയാണ്. സോ നമ്മൾ n ഐറ്റംസ് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വി ആക്ച്വലി പെയ്ഡ് ഫോർ ഇറ്റ്. സോ പേ ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ഓർഡർ ഫിക്സ് ആയി. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഐറ്റം മാറ്റിയിട്ട് വേറൊരു ഐറ്റം ആക്കണമെങ്കിൽ വി ഹാവ് ടു ആക്ച്വലി ക്യാൻസൽ ദ ഹോൾ ഓർഡർ. സോ ദെൻ വി വിൽ ഹാവ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഒരു ഓർഡർ എന്ന് പറയുന്നത് അത് ഫുള്ളി ആസ് എ ഹോൾ ആണ് എങ്കിൽ ദെൻ വി ഹാവ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഓർ എ കോമ്പോസിറ്റ് അഗ്രിഗേഷൻ. സോ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം പോലും മാറ്റാൻ പറ്റില്ല. ഒരെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ ഇത് മൊത്തം ക്യാൻസൽ ആവുകയാണെങ്കിൽ അഗ്രിഗേഷനാണ്, അല്ലെങ്കിൽ കോമ്പോസിഷനാണ്, അല്ലെങ്കിൽ അഗ്രിഗേഷൻ. ദാറ്റ് ഈസ് വാട്ട് ദിസ് എക്സാമ്പിൾ മീൻസ്. So this is the last slide. So we are making a class diagram for an ATM machine. സോ ഒരു ATM മെഷീൻ്റെ ക്ലാസ് ഡയഗ്രാമാണ് ഈ കിടക്കുന്നത്. ഏറ്റവും ബേസിക് ക്ലാസ് ഡയഗ്രാമാണ് ഈ കിടക്കുന്നത്. സോ ഒരു ATM മെഷീൻ വേണം. സോ ATM മെഷീൻ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു ബാങ്ക് ഉണ്ടാവും. ബാങ്കിൽ കസ്റ്റമർ ഉണ്ടാവും. കസ്റ്റമർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അക്കൗണ്ട് എന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ട് ആകാം, കറൻറ്റ് അക്കൗണ്ട് ആകാം. ഒരു ATM ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് അവിടെ. സോ ഞാനിപ്പോൾ ഒരു ATM മെഷീനിൽ ചെല്ലുമ്പോൾ വാട്ട് ഓൾ പ്രോസസ് ഹാപ്പൻസ്, ഞാൻ ചെല്ലുന്നു, എൻ്റെ ATM കാർഡ് ഇടുന്നു. സോ ATM കാർഡ് മീൻസ് ഐ ഹാവ് എൻ അക്കൗണ്ട്. ആ അക്കൗണ്ടിന് അക്കൗണ്ട് നമ്പർ ഉണ്ട്. ഐ ഹാവ് എ ബാലൻസ്. സോ അതിൻ്റെ അകത്ത് എനിക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്, വിഡ്രോ, ക്രിയേറ്റ്, ഒരു ട്രാൻസാക്ഷൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ അക്കൗണ്ടിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. കറൻറ്റ് അക്കൗണ്ടും ഉണ്ട്, സേവിങ്സ് അക്കൗണ്ടും ഉണ്ട്. സെയിം അക്കൗണ്ടിനാണ്, ഒരേ ഒരു അക്കൗണ്ടിന് 2 ടൈപ്പ്, കറൻറ്റും സേവിങ്സ് അക്കൗണ്ടും. സോ അതിൻ്റെ രണ്ടിൻ്റെയും അക്കൗണ്ട് നമ്പർ ആൻഡ് ബാലൻസ് സെയിം ആയിരിക്കണം. സേവിങ്സ് ചെക്കിങ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ഞാനെന്ന് പറയുന്നത് ഒരു കസ്റ്റമറാണ്. ഞാൻ ചെല്ലുന്നു, എൻ്റെ ATM കാർഡ് ഇടുന്നു, ATM പിന്നൊക്കെ അടിക്കുന്നു, ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നു. ട്രാൻസാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ATM എനിക്ക് കാശ് തരുന്നു. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. സോ വാട്ട് ഓൾ ഹാപ്പൻ എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ ഒരു ATM എടുക്കുകയാണെങ്കിൽ ആ ATMന് ലൊക്കേഷൻ ഉണ്ട്. ദാറ്റ് വിൽ ബി മാനേജ്ഡ് ബൈ സംവൺ. അതിന് ഐഡൻറ്റിഫൈസ് എന്ന് പറയുന്ന, അതായത് ATM ഐഡൻറ്റിഫൈസ് ചെയ്യാനായിട്ട് ഒരു ഫങ്ഷനുണ്ട്. അതിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യാനൊരു ഫങ്ഷനുണ്ട്. സോ ATMും ബാങ്കും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് അഗ്രിഗേഷൻ. ATM ഈസ് എ പാർട്ട് ഓഫ് എ ബാങ്ക്. ഒരു പെർട്ടിക്കുലർ ബാങ്കിൻ്റെ പാർട്ടാണ് ATM എന്ന് പറയുന്നത്. ഇപ്പോൾ ICICI ബാങ്കിൻ്റെ ATM, SBIയുടെ ATM, അല്ലാതെ ATM ജനറിക് ആയിട്ട് എന്തിൻ്റെയെങ്കിലും ATM എന്നല്ല. ATM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ എ ബാങ്ക്. സോ ATM ഒരു പാർട്ട് ഓഫ് ബാങ്കാണ്. ദാറ്റ് ഈസ് വൈ വി ഹാവ് എ അഗ്രിഗേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ATM ആൻഡ് ബാങ്ക്. ഇനി ബാങ്കിൻ്റെ തന്നെ പാർട്ടുകളാണ് കസ്റ്റമറും അക്കൗണ്ടും.
കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിലും ഇല്ലാത്ത ഒരാൾ ATM വെറുതെ പോയിട്ട് പൈസ തരാൻ പറഞ്ഞാൽ പൈസ കിട്ടില്ല. ഹി മസ്റ്റ് ബി എ കസ്റ്റമർ ഓഫ് എ പർട്ടിക്കുലർ ബാങ്ക് ആൻഡ് ഹി മസ്റ്റ് ഹാവ് ആൻ അക്കൗണ്ട്. അപ്പോൾ കസ്റ്റമർ ഹാസ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 1 or 2 അക്കൗണ്ട് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സോ ഇവരുടെ നോട്ടത്തിൽ കസ്റ്റമർ ക്യാൻ ഹാവ് 1 or 2 അക്കൗണ്ട് ആണ്. സോ ആ അക്കൗണ്ട് വഴി അക്കൗണ്ട് ആൻഡ് കസ്റ്റമർ is related to bank by an aggregate relation. Account and customer is a part of bank ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അക്കൗണ്ടും ട്രാൻസാക്ഷനും നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് ആൻഡ് ട്രാൻസാക്ഷൻ ദേ ഹാവ് ആൻ അസോസിയേഷൻ ആണുള്ളത്. ദേ വിൽ ബി കണക്റ്റഡ് ബൈ അക്കൗണ്ട് ട്രാൻസാക്ഷൻ വഴിയാണ് അവർ കണക്റ്റ് ചെയ്തേക്കുന്നത്. ഒരു അക്കൗണ്ടിൽ വി ക്യാൻ ഹാവ് എൻ നമ്പർ ഓഫ് ATM ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ATM ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ട്രാൻസാക്ഷൻ ID കാണും, ഏത് ഡേറ്റ്, ഏത് ടൈപ്പ്, അതായത് സേവിങ്സ് അക്കൗണ്ട് ആണോ, കറണ്ട് അക്കൗണ്ട് ടൈപ്പ് ആണോ, എമൗണ്ട് എത്രയാണ്, പോസ്റ്റ് ഇത് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് എത്രയാണ്, അത് മോഡിഫൈ ചെയ്യാനായിട്ടുള്ളൊരു ഫങ്ഷനും ഉണ്ട്. സോ അതാണ് ATM ട്രാൻസാക്ഷനുമായിട്ടുള്ള റിലേഷൻ. ദെൻ കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ജനറലൈസേഷൻ. ദേ ആർ ബോത്ത് ഡിറൈവ്ഡ് ക്ലാസ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടിൻ്റെ 2 ടൈപ്പാണ്, കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും. സോ അവർ തമ്മിലൊരു ജനറലൈസേഷൻ ആണുള്ളത്. സോ കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് തമ്മിൽ 1-to-1 ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ട്. ഒരു കറണ്ട് അക്കൗണ്ട് ദാറ്റ് ഇസ് സേവിങ്സ് ഓഫ്, അതിൻ്റെ സേവിങ്സ് ചെക്കിങ് ചെയ്യാനായിട്ട് സേവിങ്സ് അക്കൗണ്ട്. ഓക്കെ, സോ this is how an ATM machine class diagram works. ഇത് ഫൈനൽ ഡയഗ്രം ഒന്നുമല്ല, ഒറിജിനൽ ഡയഗ്രാം എന്ന് പറയുന്നത് ഈസ് വെരി 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 കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്മോളസ്റ്റ് ഡയഗ്രാം ഫോർ റെപ്രസെൻറ്റേഷൻ ആണ് ATM മെഷീൻ്റെ ക്ലാസ് ഡയഗ്രാം. Okay, so that is all about class diagrams. So in next class we can see next kind of diagram, that is use case diagram. So thank you so much.